ഹലോ വെർഗോ, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം കന്നി രാശിയിലുള്ളവരുടെ ജൂലൈ മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇത് നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ്, നോർത്ത് നോഡിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. ഇൻ കേസ് ഇതിനെക്കുറിച്ചിട്ട് ധാരണയില്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഏത് സൈനിലോട്ടാണോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഗൈഡ് ചെയ്യുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജസ്, ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം വെർഗോ സൈൻ, കന്നി രാശിയിലുള്ളവരുടെ ജൂലൈ മാസത്തിലോട്ടുള്ള ഓവറോൾ എനർജീസ് എന്തൊക്കെയാണ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ എനർജി. ഫസ്റ്റ് തന്നെ മിറാക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. എക്സ്പെക്ട് ദ വണ്ടേഴ്സ് ടു എമേർജ്. ഈ ഒരു മന്തിൻ്റെ ഫസ്റ്റ് 10 days വന്നിട്ട് ഒത്തിരി മാജിക്കലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകാം, പക്ഷേ റിസൾട്ട് വന്നിട്ട് അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഒത്തിരി മിറാക്കിൾസ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിഷ്വലൈസേഷൻ കേപ്പബിലിറ്റി, കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്, വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈശ്വരനിൽ സമർപ്പിക്കാനായിട്ടും ശ്രമിക്കുക. അത് കുറച്ച് പേരെ ഈ ഒരു മന്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. അതുവഴി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാനിഫെസ്റ്റേഷൻസ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹീലിംഗ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ ഇഷ്യൂസ് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ ലൈറ്റ് ഷൈൻ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റീസാണ്. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട്, അതുവഴി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യം കുറച്ചൊന്ന് മോശമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ജന്മനാട് വിട്ടിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ്. ഓക്കെ, ഇവിടെ ഇംപാസിൻ്റെ എനർജിയാണ്. റിഫ്ലക്റ്റ് ആൻഡ് റീഡയറക്റ്റ് യുവർ എനർജി. അപ്പോൾ ഇത് ഫസ്റ്റ് 10 daysൻ്റെ എനർജിയാണ്. ഇനി നെക്സ്റ്റ് 10 days വന്നിട്ട് കുറച്ച് പേർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാകാം. കാരണം ഇവിടെ ഈ ഒരു സ്ക്വിറിൽ വന്നിട്ട് മുന്നോട്ട് നോക്കുന്ന സമയത്ത് ഒരു വാള്, ഒരു മതിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കണമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത കുറച്ച് പേർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, എന്തൊക്കെ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യുക. എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു തടസ്സം വന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാത്ത് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അധിക ദൂരം എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഡിവൈൻ തന്നെ ആ ഒരു പാത്ത് ബ്ലോക്ക് ആക്കിയേക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ റീഡയറക്റ്റ് ചെയ്യുക നിങ്ങളുടെ എനർജി വന്നിട്ട്. വേറെ ഡയറക്ഷനിലോട്ട്, വേറെ കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ എനർജി തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുക ഈ ഒരു നെക്സ്റ്റ് 10 daysൻ്റെ ടൈമിൽ വന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട്. ചിലപ്പോൾ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഫുഡ് പോയിസൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. വാട്ടർ ആയിരിക്കാം കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടോക്സിക് ആയിട്ടുള്ള എനർജി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ നിന്നെല്ലാം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ എനർജി പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ഈ ഒരു നെക്സ്റ്റ് 10 daysൻ്റെ ടൈം പീരീഡിൽ വന്നിട്ട്. ഇവിടെ ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ് ആണ്. ഇവിടെ എന്ത് തടസ്സങ്ങളാണോ നിങ്ങളുടെ ലൈഫിലുള്ളത് അത് ഓവർകം ചെയ്യാനായിട്ട്, അത് നീക്കി മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. കറക്റ്റായിട്ടുള്ള മെസ്സേജസ്, ഗൈഡൻസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഡിവൈൻ ഇൻ്റർവെൻഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടാകാം, പക്ഷേ അത് ഡിവൈനായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവെൻഷൻ, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ ഓവർകം എനിത്തിങ്ങിൻ്റെ എനർജിയാണ് വരുന്നത്.
പോസിറ്റീവായിട്ടിരിക്കുക. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ, ആ ഒരു മൈൻഡ് സെറ്റിലിരിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ നിങ്ങളോട് ഈ ഒരു മന്ത് പറയുന്നത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യുക നിങ്ങളുടെ ലൈഫ്. ഇവിടെ ട്രാവലിംഗ് ലൈറ്റ്ലിയുടെ എനർജിയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ എന്താ പറയുക, അധികം ഭാരം നിങ്ങളുടെ ഷോൾഡറിൽ നിങ്ങൾ ക്യാരി ചെയ്യാതെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ചുറ്റും എന്തെങ്കിലുമൊക്കെ ക്ലട്ടർ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നീക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള എനർജി, കുറച്ചും കൂടെ സറണ്ടറിൻ്റെ എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഈശ്വരനെ സമർപ്പിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ഒത്തിരി സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി ക്ലെൻസിങ്ങും സംഭവിക്കുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, ഹെൽത്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കാം. വെർഗോ സൈൻ, ജൂലൈയുടെ എനർജി, കരിയർ, ഫിനാൻസ്, ഹെൽത്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്താണ്? താങ്ക് യു. ത്രീ ഓഫ് സോഡ്സിൻ്റെ എനർജി. കരിയറിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സഹായം കുറച്ച് പേർക്ക് ലഭിക്കുന്നതാണ്. ഏഞ്ചൽ വിങ്സ് കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ പല രൂപത്തിൽ ഈ ഒരു സഹായം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഒത്തിരി സഹായമായിട്ട് നിൽക്കുന്നതാണ്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ആയിരിക്കാം കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. 9 ഓഫ് കപ്സിൻ്റെ എനർജി, നിങ്ങളുടെ ഫിനാൻസ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഈ ഒരു മന്തിൻ്റെ 9th ശേഷം കുറച്ചും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കാം. ഹീലിംഗ് സംഭവിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി കൂടുതലായിട്ട് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് പാസ്റ്റിൽ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ആയിരിക്കാം നിങ്ങൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാകുക. അവിടെയും കുറച്ച് പേർക്ക് മണി സേവ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് സാധിക്കുന്നുണ്ടാകാം. കാരണം ഹെൽത്ത് ഹീലിംഗ് പോസിബിളാണ് ഈ ഒരു മന്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ന്യൂ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. അപ്പോൾ കാര്യങ്ങളുടെ ഒരു പൂർണ്ണരൂപം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഇല്യൂഷൻ മായയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നീങ്ങിയിട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത വരുന്നതാണ് നിങ്ങളുടെ മണി, ഫിനാൻസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, മെയിനായിട്ട് മെൻ്റൽ ഹെൽത്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ ഒത്തിരി ക്ലിയറിങ് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങൾ, എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഇൻലോസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി ആയിട്ടായിരിക്കാം. അവിടെ ഒരു ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു പീസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. അത് കുറച്ചും കൂടെ നിങ്ങളുടെ മെൻ്റൽ ആ ഒരു എനർജീനെ ബാലൻസ്ഡ് ആക്കി നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ എനർജിയിൽ ഒരു ബാലൻസ് വരുമ്പോൾ ഓവറോൾ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റിൽ ഒരു ബാലൻസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഹെൽത്ത് വൈസ് ഹീലിംഗ് സംഭവിക്കുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ. ചിലപ്പോൾ ഇത് ഉടനടി ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. പക്ഷേ അതിൻ്റെ എനർജീസ് വർക്കാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എഗെയിൻ ക്യൂനാണ് വന്നേക്കുന്നത്. 2 ക്യൂൻ വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി, ഇവിടെ നിങ്ങളുടെ ലവ്, ഫാമിലി, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഹാപ്പി എനർജി കാണുന്നുണ്ട്. ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നീഡ്സും ഭംഗിയായിട്ട് നിറവേറ്റാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങൾ ഇമോഷണലി പ്രസൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഇമോഷണലി കൈകാര്യം ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. കുറച്ച് പേരുടെ എന്തെങ്കിലുമൊക്കെ വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീപ്പായിട്ടുള്ള സ്നേഹം, ഫാമിലി, ഫ്രണ്ട്സ് ആയിട്ടുള്ള ക്വാളിറ്റി ടൈം കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ
ഫുൾ മൂൺ എനർജി നോക്കാം. വെർഗോ സൈൻ കന്നി രാശിക്കാരുടെ ഫുൾ മൂൺ എനർജി എന്താണ്? ഏഞ്ചലൈറ്റ് സപ്പോർട്ട് ഈസ് ഓൾ അറൗണ്ട് യു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി സപ്പോർട്ട് ഉണ്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ സപ്പോർട്ടായിരിക്കാം, ആത്മീയമായിട്ടുള്ള സപ്പോർട്ടായിരിക്കാം, സോൾ ഗ്രൂപ്പായിട്ടുള്ള സപ്പോർട്ടായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് ചുറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ വന്നിട്ട്. അപ്പോൾ കുറച്ചൊരു പീസായിട്ട് കണക്ട് ചെയ്യുക, സമാധാനത്തോടു കൂടി ഇരിക്കാനായിട്ടാണ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് ഗേറ്റ് ആണ് ഗെറ്റ് ബാക്ക് ഇൻ ടു ബാലൻസ്. കുറച്ച് പേരോട് എന്തെങ്കിലുമൊക്കെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി, ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാനായിട്ടും പറയുന്നുണ്ട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും എവിടെയാണ് കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരേണ്ടത്. നെക്സ്റ്റ് നിങ്ങളുടെ ന്യൂ മൂൺ എനർജി നോക്കാം. കന്നി രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ ന്യൂ മൂൺ എനർജി എന്താണ്? താങ്ക് യു. ന്യൂ മൂൺ ഇൻ ടോറസ് ആണ്. നോ യുവർ വർത്ത്. ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ കുറച്ച് പേർക്ക് മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ്, ബ്ലെസ്സിങ്സ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സെൽഫ് വർത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിലൊരു ഹീലിംഗ് ആണ്. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി തരാനായിട്ട് ഒത്തിരി എനർജീസ്, ന്യൂ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ലിയോ ലൈറ്റൺ അപ്പ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡ് എനർജിയിലിരിക്കുക. പാസ്റ്റ് എല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ മൈൻഡ് ഫ്രീ ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ സഹായിക്കുന്നതാണ്. ഇവിടെ ബാക്കിൽ ഓപ്പൺ അപ്പ് ടു ചേഞ്ച് ആണ്. മാറ്റങ്ങൾ നല്ലതാണെങ്കിൽ അതിനെ വെൽക്കം ചെയ്യുക, നല്ല അവസരങ്ങളാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, അത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഓവറോൾ ഈ ഒരു മന്ത് വന്നിട്ട്. ബാക്കിയുള്ള എനർജി നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം. വെർഗോ, താങ്ക് യു. ഓക്കെ, ഇവിടെ 3 കാർഡ്സ് വന്നിട്ടുണ്ട്, ഇതെടുക്കാം. പേജ് ഓഫ് വോൺസിൻ്റെ എനർജി, 10 ഓഫ് സോഡ്സിൻ്റെ എനർജി, എംപററുടെ എനർജി. കുറച്ച് പേർക്ക് ഇതെന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കാണുന്നത്. കാരണം ഇവിടെ 10ൽ വന്നിട്ട് സിറ്റുവേഷൻസ് എൻഡ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ എലമെൻറ്റിൽ, നിങ്ങളുടെ പവറിൽ ഇരിക്കാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ഗ്രാജുവേഷൻ്റെ എനർജി ആയിരിക്കാം. ഓൾറെഡി നിങ്ങൾ ലെസൺസ് ലേൺ ചെയ്ത് കഴിഞ്ഞു, നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങൾ കിടക്കുന്ന എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് അക്കാഡമിക്കലി ആയിരിക്കാം, പഠന വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിലായിരിക്കാം, ആത്മീയമായിട്ടുള്ള ആ ഒരു യാത്രയിലായിരിക്കാം. ഒത്തിരി മെച്യൂരിറ്റി, ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേര് കരിയറിൽ ഫോക്കസ് ചെയ്യാനായിട്ടും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ്. പുതിയ ക്രിയേറ്റീവ് ഐഡിയയിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കലാപരമായിട്ടുള്ള കഴിവുകൾ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫ്രീഡമാണ്. എന്തെങ്കിലുമൊക്കെ ഫാദർ വൂണ്ട് അല്ലെങ്കിൽ മാസ്കുലിൻ എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചൈൽഡ്ഹുഡിലായിരിക്കാം, ഫാദറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള മെയിൽ ഫിഗേഴ്സ് അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു എൻഡിങ്ങും ഈ ഒരു മന്ത് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എഗെയിൻ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഹീലിംഗ് ആണ് ഈ ഒരു എനർജി കൊണ്ടുവരുന്നത്. വേറെ എന്താണ്? താങ്ക് യു. നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി, ഒത്തിരി സന്തോഷം, ഹാപ്പിനെസ്, സെലിബ്രേഷൻ്റെ എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതാണ് 9 ഓഫ് വോൺസ്. ഒത്തിരി പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ്. ഒരു വാരിയർ സ്പിരിറ്റിനെ പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ബോഡി ഷേമിങ്ങിൻ്റെ എനർജി, നിങ്ങളെ കളിയാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ലോ വൈബ്രേഷൻ എനർജീസ് നിങ്ങൾക്ക് പാസ്റ്റിൽ നേരിടേണ്ടി വരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, സെൽഫ് വർത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഉയർന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു എലമെൻറ്റ്, നിങ്ങളുടെ ആ ഒരു എനർജി കുറച്ച് പേര് തിരിച്ചറിയുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. ഇതിലും ഒത്തിരി പാഷൻ കാണുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യുക, ഹാപ്പിനെസ് കണ്ടെത്തുക. കുറച്ച് പേർക്ക് ഫാമിലി, കുടുംബം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസിലായിരിക്കാം. ഒത്തിരി സന്തോഷം, ഒത്തിരി ഹാപ്പിനെസ് കാണുന്നുണ്ട്.
സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. വേറെ എന്താണ്? താങ്ക് യു. ഡെത്ത് ആൻഡ് റീബേർത്തിൻ്റെ എനർജി. കുറച്ച് പേരോട് ചേഞ്ചസ്, മാറ്റങ്ങൾ, നേരത്തെ പറഞ്ഞ മെസ്സേജാണ്, അത് നല്ലതാണെങ്കിൽ വെൽക്കം ചെയ്യാനായിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് വരാനായിട്ട്, ട്രിഗർ ചെയ്യാനായിട്ട് നിങ്ങളെ ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. യൂണിവേഴ്സ് എനർജി ആയിട്ട്, കോസ്മിക് എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലും മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. എഗെയിൻ ഫാദർ അല്ലെങ്കിൽ ആ ഒരു മാസ്കുലിൻ എനർജി, നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ്, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അതെല്ലാം നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് സമാധാനം നൽകുന്ന, പീസ് നൽകുന്ന എനർജീസായിട്ട് കണക്ട് ചെയ്യുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു മന്തിലെ ബ്ലെസ്സിങ് നോക്കുക. കന്നി രാശിക്കാർക്ക് ജൂലൈ മാസത്തിലെ ബ്ലെസ്സിങ് എന്താണ്? താങ്ക് യു. കർമ്മ ക്ലിയറിങ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പാസ്റ്റിലെ ഒത്തിരി കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ്. ഹെയർ ഗ്രോത്ത്, ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസേൺസിൽ ഒരു ഹീലിംഗ് കാണുന്നുണ്ട്. ഹെയർ ഗ്രോത്ത് കുറച്ച് പേർക്ക് ലഭിക്കുന്നതാണ്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, കുറച്ച് പേർക്ക് ഫാമിലി, ഫ്രണ്ട്സ് ആയിട്ടുള്ള ക്വാളിറ്റി ടൈം കാണുന്നുണ്ട്. എക്സസൈസ് ക്ലാസ്സസ്, കുറച്ച് പേര് ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ ഹെൽത്തിന്, നിങ്ങളുടെ ബോഡിക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ന്യൂ ഹോമിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പെറ്റ്സിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് വിസ അപ്രൂവലിൻ്റെ എനർജി, ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. ബാക്കിയുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? താങ്ക് യു. വെർഗോ, ജൂലൈയുടെ എനർജി. താങ്ക് യു. വെയിറ്റ്, കുറച്ച് പേരുടെ വെയിറ്റിംഗ് പീരീഡ് ഇവിടെ എൻഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഫസ്റ്റ് 10 ഡേയ്സിൻ്റെ എനർജിയാണ്. താങ്ക് യു. ഹെൽപ്ഫുൾ പീപ്പിൾ, കുറച്ച് പേർക്ക് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു അവസരം, എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി സഹായം കുറച്ച് പേർക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. എസ് ആൻഡ് എസ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഓക്കെ ആകുന്നതായിരിക്കാം. പ്രത്യേകിച്ചും മിഡിൽ ടൈമിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വരുന്നതും ആയിരിക്കാം. ന്യൂ സ്റ്റോറി, കുറച്ച് പേര് ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ ഒരു പുതിയൊരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പുതിയ സ്റ്റോറി അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം, പുതിയൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് റെഡിയാകുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലായിരിക്കാം. എന്നും നിങ്ങൾ എന്തെങ്കിലും ലാക്കിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷിഫ്റ്റ് വരുന്നതാണ്. ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റി കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജി കാണുന്നുണ്ട്. ഒത്തിരി ഹീലിംഗ് ആണ് കാണുന്നത്. റെസ്റ്റ് എടുക്കാനായിട്ടുള്ള അവസരം, ഹീൽ ചെയ്യാനായിട്ടുള്ള അവസരം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു ബിഗ് ഓബ്സ്റ്റക്കിൾ, വലിയൊരു പ്രശ്നം മാറിക്കഴിയുമ്പോൾ അതിൽ നിന്നും റിക്കവർ ആകാനായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫാമിലി സപ്പോർട്ടും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ലാസ്റ്റ് 10 ഡേയ്സിൻ്റെ എനർജിയിൽ ഒത്തിരി ഫാമിലി സപ്പോർട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലിയിൽ നിന്നിട്ടുള്ള ഒത്തിരി സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. ചക്ര ബ്ലോക്കേജ്, കുറച്ച് പേരുടെ ഇവിടെ ചക്ര ഹീലിംഗ് കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് റിമൂവ് ആകുന്നുണ്ടാകാം. ലൈഫ് പർപ്പസ്, അപ്പോൾ ഈ ഒരു ചക്ര ഹീലിംഗ് സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. അതായത് എന്താണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ഇനി മുന്നോട്ടുള്ള കർമ്മ എന്താണ്, ലൈഫിലൊരു പർപ്പസ് കണ്ടെത്താനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഡാർക്ക് തോട്ട്സിനോട് നോ പറയുന്നുണ്ടാകാം. ഫിക്സഡ് മൈൻഡ് സെറ്റിനോട് നോ പറയുന്നുണ്ടാകാം. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകാനായിട്ട്, ആവശ്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിനൊത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ എന്താണ്? താങ്ക് യു.
വെർഗോ സൈൻ്റെ എഫർമേഷൻ എന്താണ്? താങ്ക് യു. Today I am focused. Today I will be productive and feel good about doing the hard work that I need to do. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മടി അല്ലെങ്കിൽ പിന്നത്തോട്ട് മാറ്റിവെക്കുന്ന ഒരു എനർജി, അവിടെയെല്ലാം കുറച്ചൊരു സ്ട്രക്ചർ, ബാലൻസ് കൊണ്ടുവരാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കാരണം അവിടെ ഒരു ബാലൻസ്, ഒരു ഓർഡറിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രൊഡക്റ്റീവായിട്ട് മാറാനായിട്ട്, നല്ല റിസൾട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ ഫോക്കസാണ്, നിങ്ങളുടെ ശ്രദ്ധയാണ്. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നിങ്ങൾ ശ്രദ്ധ, ഫോക്കസ് കൊടുക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എനർജി കൊടുക്കുമ്പോൾ നിങ്ങളുടെ എനർജിയും വേസ്റ്റ് ആകുന്നതാണ്, ചെയ്യേണ്ട കാര്യങ്ങളും പിന്നത്തോട്ട് മാറ്റി വയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാതെ വരുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ എനർജി കൊടുക്കുക, അത് കുറച്ചും കൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള മടി മാറ്റി വയ്ക്കാനായിട്ടും പറയുന്നുണ്ട്. അധ്വാനിക്കാനായിട്ടുള്ള ആ ഒരു മടി മാറ്റി വയ്ക്കാനായിട്ടും പറയുന്നുണ്ട്. കാരണം ഈ ഒരു മന്ത് വന്നിട്ട് എഫേർട്ട് കൊടുക്കേണ്ട സമയമാണ്, നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടുഡേ ഐ ആം മൈൻഡ്ഫുൾ, ടുഡേ ഐ നോ ഡീപ്പ് ഇൻ മൈ ഹേർട്ട് ആൻഡ് സോൾ ദാറ്റ് ഹാപ്പിനെസ് ആൻഡ് സെൽഫ് വർത്ത് ആർ വിത്തിൻ മീ. മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക, ശ്രദ്ധയോടുകൂടി ഇരിക്കുക. പ്രത്യേകിച്ചും സെൽഫ് വർത്ത് ഇഷ്യൂസ്, മൂല്യം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്. കാരണം നിങ്ങളെ ഹാപ്പിയാക്കി നിർത്തേണ്ടത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല, അത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എപ്പോഴും അത് മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട്, കാര്യങ്ങളെ കുറച്ചും കൂടെ ബോൾഡായിട്ട് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു വിക്ടിം മൈൻഡ് സെറ്റിലോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് തോട്ട് പ്രോസസ്സിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക. അത് യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങളുടെ കഴിവുകൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോളാണ്. ഒത്തിരി സ്നേഹം, അനുകമ്പ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒത്തിരി കെയറിങ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്കും കൂടി ഗുണം തരുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് വെർഗോ സൈൻ്റെ ജൂലൈയിലെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.